ബേബി ഓഫ് ജോസ്ന വളരെ പ്രഷ്യസ് ബേബി ആയിരുന്നു. കുഞ്ഞിന്റെ പാരൻസിനും അതുപോലെ തന്നെ ഞങ്ങൾക്കും. കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ 20 ആഴ്ചയിൽ കുഞ്ഞിന് ചെറുകുടലില് ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചായിരുന്നു. അത് നമുക്ക് റെഫർ ചെയ്ത് വന്ന കുഞ്ഞാണ്. ഒരു 35 വീക്ക് 35 ആഴ്ചയിലാണ് നമ്മൾക്ക് കുഞ്ഞിനെ മീൻസ് ജനിക്കുന്നതിന് മുന്നേ തന്നെ അമ്മ ഇവിടെ അഡ്മിറ്റ് ആയത്. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വിനയ് ചന്ദ്രൻ സാറാണ് അമ്മേനെ അഡ്മിറ്റ് ചെയ്തത്. കുഞ്ഞ് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞിനെ നമ്മൾക്ക് കാണാൻ പറ്റിയത് കുഞ്ഞിന്റെ വയറ് വീർത്ത് കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പീഡിയാട്രിക് സർജനെ ഡോക്ടർ ജസീൽ സാറിനെ വിളിച്ചു. സാർ കുഞ്ഞിനെ കണ്ടു. മാഡം പറഞ്ഞതുപോലെ ഇത് ആന്റിനാറ്റലി നമ്മൾ കണ്ടുപിടിച്ച ഒരു ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഉള്ള ഒരു കുട്ടിയാണ്. കുട്ടി ജനിച്ച ഉടനെ കുട്ടിയുടെ വയറ് വീർക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ കുട്ടി മോഷൻ, അതായത് മലം പാസ് ചെയ്യുന്നുണ്ടായില്ല. ആ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്ത് കണ്ടുപിടിച്ചത് ചെറുകുടലിൽ ഒരു അടപ്പുണ്ട് എന്നുള്ളതാണ്. ഈ കണ്ടീഷൻ ഒരു റെയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. അതായത് ഇൻറ്റസ്റ്റൈനൽ അട്രീഷ്യ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അതിൽ തന്നെ പ്രോക്സിമൽ ജെജുനം, അതായത് ചെറുകുടൽ തുടങ്ങുന്ന ഭാഗത്ത് വെച്ച് ചെറുകുടലിൻ്റെ കണക്ഷൻ നിന്ന് പോകുന്ന ഒരവസ്ഥയാണ് അത് കണ്ടുപിടിച്ച ശേഷം നമ്മൾ സക്സസ്ഫുൾ ആയി അതിൻ്റെ സർജറി, അതായത് കുടൽ തമ്മിൽ ചേർത്ത് വെക്കുന്ന സർജറി ഒരു സീനിയർ ഡോക്ടറുടെ ഹെൽപ്പോട് കൂടി മലബാർ മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യ ഡോക്ടർമാരുടെ എല്ലാം എഫേർട്ടിനാലെ കൊണ്ട് രണ്ടാമത്തെ ദിവസം തന്നെ കുട്ടിക്ക് ഈ ഒരു ഓപ്പറേഷൻ നടക്കുകയുണ്ടായി. സർജറി സക്സസ്ഫുൾ ആയി കഴിഞ്ഞ ശേഷവും നമ്മുടെ പ്രധാന ചലഞ്ച് വരുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, അതായത് കുഞ്ഞിന് ഭക്ഷണം ഫീഡ് ചെയ്യാനും അതേപോലെ കുഞ്ഞിൻ്റെ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ശ്രദ്ധയും നമ്മൾക്ക് ആവശ്യമുള്ള ലൈനുകളെല്ലാം സെക്യൂർ ചെയ്യുന്ന എല്ലാ ബുദ്ധിമുട്ടുകളാണ് നമ്മൾക്ക് ചലഞ്ചായിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ സെൽവാസ് സാറിൻ്റെയും നജീമ മാഡത്തിൻ്റെയും എഫേർട്ടിലൂടെ നമ്മുടെ NICU സ്റ്റാഫിൻ്റെ പൂർണ്ണമായ സഹകരണത്തോടു കൂടി കുഞ്ഞിന് എല്ലാ കോംപ്ലിക്കേഷനുകളും നമ്മൾ തരണം ചെയ്ത് ഇന്ന് കുഞ്ഞ് വീട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ആ സന്തോഷം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. Baby had a very complicated course post-operatively. We were able to manage all post-operative complications. Now the baby is very fine. എത്രയോ കാലത്തൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരുന്നത്. 14 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 15ാമത്തെ കൊല്ലാണ് ഒരു കുട്ടി ജനിച്ചത്. നമ്മൾ അത്രയും ചികിത്സയൊക്കെ നടത്തിയിട്ടാണ് കിട്ടിയത്. അപ്പോൾ വിനയചന്ദ്ര സാറ്, ജസീൽ സാറ്, ഈ സെൽവരാജ് സാറ്, പിന്നെ ഇവിടുത്തെ എല്ലാ ഡോക്ടർമാരും നേഴ്സുമാരും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അതായത് സ്റ്റാഫ് വരെ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും കടലാസ് എന്തെങ്കിലും അതിൻ്റെ ക്യാഷിൻ്റെ കാര്യമായാലും മാനേജ്മെൻറ്റ് ഒക്കെ നമുക്ക് അനുകൂലമായിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പം അതിനെക്കൊണ്ട് നമുക്ക് ഇവിടെ ഹോസ്പിറ്റൽപരമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നമുക്ക് ഇത്രയും വലിയൊരു സന്തോഷമാണ്. ഇവിടുന്ന് 2 മാസം ആവാനായി ഇപ്പോൾ നമ്മൾ കുട്ടീൻ്റെ സർജറി കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കുട്ടീനെ നല്ല ആരോഗ്യത്തോടു കൂടി തരികയാണ്. നമ്മൾ എത്രയോ വർഷത്തെ കാത്തിരിപ്പാണ് നമുക്ക് ഇവിടുന്ന്. വളരെ സന്തോഷം. സിസ്റ്റർമാരായിട്ടല്ല, ഒരു കൂടെ പിറന്ന സഹോദരിമാരെ പോലെ തന്നെ ആയിട്ടുള്ള നോക്കിയത്. പിന്നെ വിനേന്ദ്ര സാറോടാണ് പറയണ്ട, അത്രയ്ക്കും ഡിസ്ചാർജ് ആയിട്ടും ഇന്നെ വന്ന് നോക്കിയിട്ടുണ്ട് സാറ്. ഞാൻ പറഞ്ഞ ഡോക്ടർ, അതുല്യ ഡോക്ടർ, ഇവരോടൊന്നും എങ്ങനെ നന്ദി പറഞ്ഞെന്നറിയില്ല. അത്രയ്ക്കും നല്ല ഡോക്ടർമാരാണ്. എൻ്റെ പേരക്കുട്ടീനെ തിരിച്ചു തന്നതിലെയോ ഡോക്ടർമാരുണ്ടോ ഹോസ്പിറ്റലിനോട് ഞാൻ നന്ദി പറയുന്നുണ്ട്. കിട്ടില്ലാന്ന് വിചാരിച്ച കുട്ടിയായിരുന്നു, പക്ഷെ തിരിച്ചു തന്നല്ലോ ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ്.